ഹായ് മക്കളെ, എല്ലാവരും റിവിഷൻ ക്ലാസ് കണ്ടോ? റിവിഷൻ ക്ലാസ് കറക്റ്റ് ആയിട്ട് കാണണം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് പോയത്. ആ പറയുന്ന സമയത്തും ആ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്, ഓണം എക്സാമിന് വരുന്നതിന് മുന്നായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന രീതി, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് ആണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം കിട്ടാതിരിക്കരുത്. എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. ചില കുട്ടികൾക്ക് അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മാക്സിമം ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വല്ലാണ്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ആദ്യം 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കുക. അത് എളുപ്പമാണെന്ന് തോന്നിയാൽ, അറിയുന്നെങ്കിൽ ആദ്യം അത് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം 1 മാർക്കിലേക്ക് പോയാൽ മതി. ദെൻ ആദ്യം മേലത്തെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ തന്നെങ്കിലും 4 അറ്റൻഡ് ചെയ്താൽ മതിയെങ്കിൽ 4 ചെയ്താൽ മതി. നിങ്ങൾ 5ാമത്തെ ചെയ്തെന്ന് വെച്ചിട്ട് 5 മാർക്ക് അവിടെ കിട്ടണമെന്നില്ല, കിട്ടില്ല. 4 മാർക്ക് തന്നെയേ കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് 2 ചാപ്റ്ററാണ് ബയോളജിക്ക് വരുന്നത്. ഏതൊക്കെയാണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫും പാത്ത് ഓഫ് എവല്യൂഷനും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എല്ലാ ക്വസ്റ്റ്യൻ 1 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. 1 മാർക്കാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്കിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? മാച്ച് ദ ഫോളോവിങ് ആണ്. ഒന്നാമത്തെ ടേബിളിൽ എന്താണോ കൊടുത്തിരിക്കുന്നത്, കുറച്ച് സയന്റിസ്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോൺട്രിബ്യൂഷൻ, അവർ നൽകിയ കോൺട്രിബ്യൂഷൻസ് ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോവിങ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് തോമസ് മാൽത്തൂസ് ആണ് അല്ലേ. നമുക്കറിയാം തോമസ് മാൽത്തൂസ് ആരെയെ സഹായിച്ചത്? ചാൾസ് ഡാർവിൻ ഒരു തിയറി എഴുതിയിട്ടുണ്ട് അല്ലേ, ഒറിജിൻ ഓഫ് സ്പീഷീസ്. അത് എഴുതാൻ കാരണം എന്താണ്? കാരണം ആരെയാണ്? തോമസ് മാൽത്തൂസിന്റെ ചില കണ്ടുപിടുത്താണ് അല്ലേ. നമ്മളുടെ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് പോവർട്ടി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഗം, അസുഖം, എന്തൊക്കെയോ ഭാഗങ്ങൾ സംഭവിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തോമസ് മാൽത്തൂസായിട്ട് ബന്ധിരിക്കുന്നത് അക്യൂഡ് ക്യാരക്ടർ ആണോ? അക്യൂഡ് ക്യാരക്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരെ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? അക്യൂഡ് ക്യാരക്ടർ ലാമാർക്ക് അല്ലേ. ലാമാർക്കാണ് അക്യൂഡ് ക്യാരക്ടറുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളില്ലേ. എന്താണ്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂഡ് ക്യാരക്ടർ. ആ തിയറിൻ്റെ പേര്. ലാമാർക്ക് എന്താ പറഞ്ഞത്? അക്യൂർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അടുത്ത തലമുറയ്ക്ക് കൈമാറും. അതല്ല അല്ലേ. അടുത്തത് തോമസ് മാൽത്തൂസിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോസിംഗ് നാച്ചുറൽ റിസോഴ്സ് ഓഫ് ബിക്കം ലിമിറ്റഡ്. കറക്റ്റ് അല്ലേ? പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സ് ലിമിറ്റ് ആവുന്നു. അതിന്റെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. പോപ്പുലേഷൻ കൂടുമ്പോൾ ദാരിദ്ര്യം വരുന്നൊരു ഇത്. അപ്പൊ തോമസ് മാൽത്തൂസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? രണ്ടാമത്തെയാണ് ചാൾസ് ഡാർവിന്റെ ബുക്കാണ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. 3 കിട്ടിയില്ലേ? ഇത് 3 അറ്റൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് നോക്കണം. 1 എന്നത് പി ആണോ? അല്ല. 1 എന്നത് ക്യൂ ആണ്. അപ്പോൾ 1മായി ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഇവിടെ ഉണ്ട്. 2 എന്നത് എന്തുമായിട്ടാണ്? പി ആണോ? 2 അല്ല, ആർ ആണ്. അപ്പോൾ ഇതാ ഇവിടെയാണ് അതിൻ്റെ ആൻസർ. ഇത് കറക്റ്റ് നോക്കാൻ അറിയണം കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 4 എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. 1 എന്ന് ആൻസർ കൊടുക്കുക. 1 എന്ന് എഴുതിയ ശേഷം 4 എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇവിടെ ക്യൂ ആണോ? 1ന് ക്യൂ ആണോ എന്ന് തന്നെ നോക്കുക. 1 ക്യൂ, 2 ആറ്, 2 ആറ്, 3 എന്ന് പറയുന്നത് പി. അത് കറക്റ്റ് ആദ്യം നിങ്ങൾ ഇതിൽ വരച്ച് നോക്കിയിട്ട് ഇതിലേക്ക് പോകണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇതെന്താ? റോൺകോട്ട് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടില്ല? കാറ്റിൽസിൽ അല്ലെങ്കിൽ ഹോഴ്സിന്റെ മുഖത്തെ ശരീരത്തിന്റെ ഭാഗത്ത് വൈറ്റ് പോർഷൻ ഉണ്ടാവും, ഡാർക്ക് പോർഷൻ അല്ലേ, 2 മിക്സ്ഡ് കളറിൽ വരുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ റോൺകോട്ട് എന്ന് പറയുന്നത്. റോൺകോട്ടിന്റെ ആ ഒരു മിക്സഡ് നമ്മൾ എന്ത് പേര് പറയും? കോഡോമിനൻസ്. റെഡിയാണ്. ഇവിടെ കോഡോമിനൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഡോമിനന്റ് ട്രൈറ്റിന് റെസിസീവ് ട്രൈറ്റിനെ കംപ്ലീറ്റ് മറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം എന്നാണ് പറഞ്ഞത്. കാരണം അതാണോ? ഡോമിനന്റ് ട്രൈറ്റിന് റെസിസീവ് ട്രൈറ്റിനെ കംപ്ലീറ്റ് മറിക്കാൻ പറ്റാത്തത് എവിടെയാണ്? നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എവിടെയാണ്? പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്നത് അല്ലേ. വൈറ്റ് ഫ്ലവറും റെഡ് ഫ്ലവറും കൂടെ മിക്സ് ആയിട്ട് പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്ന പറഞ്ഞിരുന്നു അല്ലെ, 4 മണിച്ചെടി. അവിടെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരുന്നത്. അതിന്റെ റീസൺ ആണ് ഇത് ഡോമിനന്റിന് റെസിസീവിനെ മൊത്തത്തിൽ മറയ്ക്കാൻ പറ്റാത്തത്. എന്നാലോ കോഡോമിനൻസിന്റെ കേസിൽ എന്താണ് റീസൺ എന്ന് പറയുന്നത്? 2 അല്ലീൽസുകളും ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ്. ഒരുമിച്ച് വന്നിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ 2 കളറ് വരുന്നത്. അപ്പം നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ. റോൺകോട്ടിന് പറയുന്ന പേര് കോഡോമിനൻസ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ റീസൺ തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണും റീസൺ തെറ്റുമായതുമാണ് നമ്മൾ എഴുതേണ്ടത്. എന്താ? സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. അതേതാണ്? ബി. 2B. ഈ രീതി തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. വളരെ ശ്രദ്ധാപൂർവം തന്നെ വായിക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഓഫ് ദി ഫോളോവിങ് റിലേറ്റഡ് ടു ദി പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് താഴെ കൊടുത്തതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താ ട്രാൻസ്ക്രിപ്ഷൻ?
ഫോട്ടോസിന്തസിസ് അല്ലേ, ഫോട്ടോസിന്തസിന്റെ 2 സ്റ്റേജ് ആണ്, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. എന്താ ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് DNA യിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് tRNA അമിനോ ആസിഡിനെ കൊണ്ട് കൊടുക്കുന്നതും RNA പ്രോട്ടീനെ നിർമ്മിക്കുന്നതുമാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് DNA യിൽ നിന്ന് mRNA ഉണ്ടാവുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, DNA യിൽ നിന്ന് mRNA ഉണ്ടാവുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഏതാണ്? മൂന്നാമത്തത് I ആണ് ഉത്തരം. ഓക്കെ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രൈമേറ്റ്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ആണോ എന്ന് പറയുന്നത്. ദ തമ്പ് വിൽ നോട്ട് ബി ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മളുടെ തമ്പ് ചെയ്തൂടെ? നമ്മൾ തമ്പ് എല്ലാ വിരലിലേക്ക് പിടിക്കാൻ പറ്റുന്നില്ലേ? നോട്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്, നോട്ട് ബി, നോട്ട് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. ബൈനോക്കുലർ വിഷൻ ഉണ്ട്, നമുക്ക് ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം Qയും Rഉം ശരിയാണ്. QR ഇവിടെ ശരിയാണ്, P എന്നത് തെറ്റാണ്. അപ്പം 4 I ഡബിൾ സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. 4 തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് വന്നിരിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അവിടെ നിങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരുപാട് സമയം കളയും. അപ്പോൾ അതിലും ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് 4 മാർക്കിൻ്റെയാണ്, അതിനുശേഷം 1 മാർക്കിലേക്ക് വന്നാൽ മതി കേട്ടോ. ഓക്കെ. ഇനി 5 മുതൽ 11 വരെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ 2 മാർക്കാണ് തന്നിട്ടുള്ളത്. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇത് നമുക്കറിയാം, 2 ക്യാരക്ടേഴ്സ് വെച്ച് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഇവിടെ TTRR ടോൾ ആൻഡ് റൗണ്ട് സീഡ്, ഇവിടെ ഡാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ്. ഡാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? സ്മോൾ r. ആദ്യം R അല്ല, ആദ്യം നമ്മൾ T ആണ്. സ്മോൾ t, സ്മോൾ r ആദ്യത്തെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ. ദെൻ അടുത്തത് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ കോമൺ ആയിട്ട് TTയിൽ കോമൺ ഏതാ? T. ഇവിടെ RRൽ കോമൺ ഏതാ? R. ഇതാണ് ഇവിടെ TR. ദെൻ ഇവിടെ Aയും Bയും കംപ്ലീറ്റ് ചെയ്യാനും F1 പ്ലാന്റ്സിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ടോൾ ആൻഡ് റൗണ്ട്. ടോളും ആണ് റൗണ്ടും ആണ് അല്ലേ? ഏതാ? ക്യാപിറ്റൽ Tയുടെ ക്യാപിറ്റൽ ലെറ്റർ ഏതാണോ അതിൻ്റെ കൂടെ വന്നാൽ അതിൻ്റെ ക്യാരക്ടറാണ്. ക്യാപിറ്റൽ ലെറ്റർ എന്താണ്? ടോളിൻ്റെ. ക്യാപിറ്റൽ R റൗണ്ട്. അപ്പോൾ കിട്ടിയ പ്ലാന്റ് ടോൾ ആൻഡ് റൗണ്ട് ആണ്. അപ്പോൾ ഇത്രയും ഇതേപടി ടെക്സ്റ്റിലുണ്ട്. ടെക്സ്റ്റ് ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. ദെൻ അടുത്തത് ഫോട്ടോസിന്തസിസിലെ 2 ചിത്രമാണ്. ഫോട്ടോസിന്തസിസ് അല്ല, പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ 2 ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ഇവർ ആരൊക്കെയാണ്? ഇവരുടെ ഫംഗ്ഷനാണ് ചോദിക്കുന്നത്. ഒരു റൈബോസോമിലുള്ള RNA നമ്മൾ എന്ത് പറയും? RRNA എന്താ ചെയ്യുന്നത്? അമിനോ ആസിഡിനെ ചേർത്ത് വെച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ദെൻ അടുത്തത് ഏതാണ്? tRNA. ഇത് ഓർക്കാൻ വേണ്ടി T എന്ന് എഴുതുന്ന പോലെ ഉണ്ട് അല്ലേ? tRNA എന്താണ്? അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുന്നു, റൈബോസോമിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് RRNA, ഇത് tRNA. ഫംഗ്ഷൻസ് പഠിച്ചോളുക. RRNA എന്തുണ്ടാക്കുന്നു? അമിനോ ആസിഡിനെ ചേർത്ത് വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. tRNA അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുന്നു. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇതല്ലേ, ഇതെന്താണ്? ഒരു സെല്ലിലെ ഒരു സ്റ്റിമുലസും കിട്ടാത്ത സമയത്ത് സെല്ലിന് നോർമലി പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് കയറുകയും അവിടെ നിന്ന് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഇമ്പൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് ഭാഗത്താണോ ഇമ്പൾസ് കിട്ടി ആ ഭാഗത്തെ ചാർജ് ഉള്ളിലേക്ക് കയറും. പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്കും നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് വരും. കറക്റ്റ് നോട്ട്സ് ഇതിൻ്റെ തന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് അതന്നെ ഇവിടെ എഴുതണം. എങ്ങനെയാണ് ചേഞ്ച് സംഭവിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഇമ്പൾസ് കറക്റ്റായിട്ട് എഴുതുക. എന്താണ്? ഇമ്പൾസ് കിട്ടിയ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് കയറുകയും പിന്നെ അവിടുന്ന് മെസ്സേജ് ഇമ്പൾസ് മൂവ് ചെയ്ത് സിനാപ്റ്റിക് നെർവ് വരെ എത്തുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് മൂവ് ചെയ്യും. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഫിഞ്ചസിനെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ? ദ ഡൈവേഴ്സിറ്റി ഇൻ ദ ബീക്ക് ഓഫ് ദി ഫിഞ്ചസ്. ഇങ്ങനെ ഗാലപ്പഗോസിൽ ഫിഞ്ചസ് ഉണ്ട്. ആ ഫിഞ്ചസിന് ഭയങ്കര അതിൻ്റെ ബീക്സിന് ഡൈവേഴ്സിറ്റി സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഡൈവേഴ്സിറ്റി സംഭവിച്ചു? സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? എങ്ങനെയാണ് ആ ഫിഞ്ചസിന് ഡൈവേഴ്സിറ്റി സംഭവിച്ചത്? അവരുടെ ബീക്സിന് എങ്ങനെയാണ് ഡൈവേഴ്സിറ്റി സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ 42ാമത്തെ പേജിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ? ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, പിന്നെ സർവൈവൽ ഓഫ് ഫിറ്റ്നസ്, പിന്നെ നാച്ചുറൽ സെലക്ഷൻ. ഇത് കറക്റ്റായിട്ട് തന്നെ എഴുതി വെക്കുക. പിന്നെ നിയോഡാർവിസം ചോദിച്ചിട്ടുണ്ട്. നിയോഡാർവിസത്തിൽ എന്തൊക്കെയാണ് ചേർത്ത് വെച്ചത് എന്നത് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, അന്നല്ലേ നിയോഡാർവിസം എഴുതാം. ആ നിയോഡാർവിസം അവിടെ ചേർത്ത് വെച്ച് എഴുതുക.
8ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, കറക്റ്റ് ആയിട്ട് 44 പ്ലസ് XX കൊടുത്തു. എന്താ 44 ആൻഡ് XX എന്നാണ് ചോദിക്കുന്നത്? 44 എന്നത് സൊമാറ്റിക് ക്രോമസോം ആണ് കേട്ടോ. റിവിഷൻ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വരിക കേട്ടോ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. 44 എന്ന് വെച്ചാൽ സൊമാറ്റിക് ക്രോമസോമും XX എന്നാൽ സെക്സ് ക്രോമസോമുമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫീമെയിൽ ആണോ മെയിൽ ആണോ ചോദിക്കുന്നുണ്ട്. ഏതാ? ഫീമെയിൽ ആണ്. ഫീമെയിൽസിനാണ് XX ക്രോമസോം, മെയിൽസിന് XY ആണ്. അപ്പം XX ക്രോമസോം എന്നത് ഫീമെയിലിനായതുകൊണ്ടാണ് അത് ഫീമെയിൽ ആവാൻ പറയാൻ കാരണം. റീസണും ചോദിക്കണം, റീസൺ അവിടെ എഴുതി വെക്കണം. പിന്നെ ഇവിടെ ഒരു ബോക്സ്, 2 ബോക്സ് ഉണ്ട്. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇത് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചത്. എന്താണ് ഇവിടെ പറയുന്നത്? ഏത് തിയറിയുമാ? ഏത് തിയറിയാ? ഓവർ പ്രൊഡക്ഷനും സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ് ഒക്കെ ഏത് തിയറിയാണ്? ഡാർവിനിസം അല്ലേ? നാച്ചുറൽ സെലക്ഷൻ തിയറിയാണ്. അത് കറക്റ്റായിട്ട് ഇവിടെ എഴുതുക. അതിൻ്റെ സിഗ്നിഫിക്കൻസും വേരിയേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് അവിടെ ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ വന്നത്. 10ാമത്തെ ക്വസ്റ്റ്യനിൽ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവല്യൂഷൻ അഥവാ ജെനറ്റിക്സുമായിട്ട് അല്ലേ, എന്തെങ്കിലും ഒരു മാറ്റം അടുത്ത ജനറേഷനിലേക്ക് കൈമാറുന്നു, എന്തെങ്കിലും ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുകയും അത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. എന്താണ് അവിടുത്തെ പ്രോസസ്സ്? വേരിയേഷൻ അല്ലേ? ആ വേരിയേഷൻ അതിന് എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വേരിയേഷൻ്റെ 2 കാരണം എഴുതുക. ഏതൊക്കെയാ? ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷനും. എന്താണ് ക്രോസിംഗ് ഓവർ, എന്താണ് മ്യൂട്ടേഷൻ എന്ന് കറക്റ്റ് അവിടെ എഴുതി കൊടുക്കുക. അതാണ് ചോദ്യം വന്നത്. ഒരു തലമുറയിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ ചേഞ്ചസ് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു, അതിനെ പറയുന്നതാണ് മ്യൂട്ടേഷൻ അഥവാ വേരിയേഷൻ. വേരിയേഷൻ എന്താ? ക്രോസിംഗ് ഓവർ. പിന്നെ ഗീവ് ദി റീസൺ കൊടുത്തിട്ടുണ്ട്. വൈ ക്രോമസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ എംബ്രിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് റീസൺ? കാരണം എന്താ? വൈ ക്രോമസോംസ് ഡെവലപ്മെന്റ് ഓഫ് മെയിൽ എംബ്രിയോ ഡെവലപ്മെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കാരണം വൈ ആണ് മെയിൽസ് അല്ലേ? വൈ ക്രോമസോം ആണ് മെയിലും, XX ക്രോമസോം ആണ് ഫീമെയിലും. ആ വൈ ക്രോമസോമിൽ എന്തുണ്ട്? SRY ജീൻ ഉണ്ട്. എന്താണ്? SRY ജീൻ. ഈ SRY ജീനാണ് എംബ്രിയോ സ്റ്റേജിൽ എന്താണ് ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന് കറക്റ്റായിട്ട് സഹായിക്കുന്നത്. ഈ SRY ജീനാണ്. പിന്നെ സെക്സ് ഡിറ്റർമിനേഷന് സഹായിക്കുന്നത് ഏതാണ്? ഈ സെക്സ് ജീൻസ് ആണ്, സെക്സ് ക്രോമസോംസ് ആണ്. അപ്പോൾ അവിടെ SRY ജീൻസിന്റെ ആലോചിച്ച് എഴുതി വെക്കുക. പിന്നെ നമ്മൾ പോകുന്നത് എന്താണ്? 12 മുതൽ 17 വരെ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആദ്യം ഒരു 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അനലൈസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ലൈക്ക് A, B, O ആർ സീൻ. നമുക്ക് മനുഷ്യന് എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. എന്താണ്? ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ഹ്യൂമന്റെ സ്കിൻ കളർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്, ജനിതകപരമായിട്ട് കൈമാറുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് മനുഷ്യന് വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, A, B, O എന്ന 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ഫിനോമിൻ ഇൻ ദ സ്റ്റേറ്റ്മെന്റ്? ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്താണ്? മൾട്ടിപ്പിൾ അല്ലീൽസ് അല്ലേ? എത്രയാ? 3, 2ൽ കൂടുതൽ അല്ലീൽസുകൾ ചേർന്നിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ ഏതാ? നോൺ വെന്റിലിൻ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ വരുന്നത്. സ്കിൻ കളറിൽ വരുന്നത് ഏതാ? സ്കിന്നിന്റെ കളർ മെലാനിൻ ആണ്. മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറൻസ് അലീൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അലീൽസ് ആണ്. ആ അലീൽസ് എല്ലാം കൂടെ എല്ലാവരും കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നതും കളറിന് മാറ്റം വരുന്നതും. അതിനെ പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതും ആലോചിച്ച് വെക്കുക. ജനറ്റിക്കുമായി റിലേറ്റഡ് ആണ്, അത് രണ്ടും എഴുതണം. അല്ലാതെ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹെറിഡിറ്റി വേരിയേഷൻ എന്താ? ഹെറിഡിറ്റി പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ഹെറിഡിറ്റി, പാരമ്പര്യമല്ലാതെ പാരൻസിനില്ലാത്ത ക്യാരക്ടേഴ്സ് കുട്ടികൾക്ക് കിട്ടുന്നത് വേരിയേഷൻ. ജീൻ ആൻഡ് അലീൽസ് എന്താണ്? ജീൻ അലീൽസ് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. ആ ഡെഫിനേഷൻ കറക്റ്റായിട്ട് എഴുതുക. പിന്നെ ഫീനോടൈപ്പും ജീനോടൈപ്പും അല്ലേ? ഫീനോടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫീനോടൈപ്പും അതിന് കാരണമായ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് പറയുന്നു? ജീനോടൈപ്പ് എന്ന് പറയുന്നു. തന്നെ ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ. എക്സ് എന്താ? ഈ ഒരു പിക്ചർ അതേപടി ടെക്സ്റ്റിലുണ്ട്. എന്താണ് എക്സ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈലിൻ ഷീത്ത് അല്ലേ? മൈലിൻ ഷീത്ത് ആണെന്നും അതിന്റെ ഫംഗ്ഷൻസ് 4 ഫംഗ്ഷൻ, ഒരു 3 ഫംഗ്ഷൻ എഴുതാന്ന് പറയുന്നത്. 4 ഫംഗ്ഷൻ ഏതാ? ആക്ട് ആസ് എ ഇൻസുലേറ്റർ, ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താ? മെസ്സേജിന്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്. പിന്നെ എന്താണ്? എക്സ്റ്റേണൽ ഇഞ്ചുറീസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷനാണ്. ഇത് മൈലിൻ ഷീത്താണെന്ന് മനസ്സിലാക്കണം. ബി പാർട്ടിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതാണ് സിനാപ്സ് അല്ലേ? സ്ട്രക്ചർ, സിനാപ്സിന്റെ സ്ട്രക്ചറാണ്. അപ്പോൾ പി എന്താണ്? പി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാനാണ്. പി എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ, പി എന്താണ് ഇവിടെ? പി എന്താണ്? സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് ഇവിടെ പി എന്ന് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഇമ്പൾസ് ഒരേ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്ങനെയാ? ഒരേ സ്ഥലത്ത് കൂടിയാണ്. തിരിച്ച് ഇമ്പൾസ് ഡയറക്ഷൻ ഇല്ല, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഇമ്പൾസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സിനാപ്സിന്റെ
ചിത്രമാണ്. സിനാപ്സിനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പി എന്ന് കൊടുത്തിട്ടുണ്ട്. പി എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്? പി എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സിനാപ്റ്റിക് വെസിക്കിൾസിലുള്ള എക്സാമ്പിൾ അസറ്റൈൽ കൊളിൻ ആണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് എന്ത് ആ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് പോകുന്നതും ആ വിടവിലേക്ക് ശ്രവിക്കുന്നതും ആ സിനാപ്റ്റിക് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആ റിസപ്റ്റർ അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്തടുത്ത ഭാഗങ്ങളിലേക്ക് ന്യൂറോൺസ് അല്ലെങ്കിൽ മെസ്സേജ് ഇങ്ങനെ ക്യാരി ചെയ്ത് പോയി ലാസ്റ്റ് ബ്രെയിനിലേക്ക് എത്താൻ. അപ്പോൾ ബ്രെയിനിലേക്ക് എത്താൻ സഹായിക്കുന്ന ആളാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ആ സിനാപ്റ്റിക് ക്ലഫ്റ്റിൻ്റെ ഇടയിലേക്ക് വീഴുന്നത് കൊണ്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആര്? റിസപ്റ്ററിലെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ അക്സെപ്റ്റ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ന്യൂറോൺസ് കടന്ന് വേണം ബ്രെയിനിലേക്ക് എത്താൻ. അപ്പോൾ ബ്രെയിനിലേക്ക് മെസ്സേജ് കറക്റ്റായിട്ട് പോകാൻ ഒരു കാരണം എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സെയിം ഡയറക്ഷനിൽ, സ്പീഡോടെ സെയിം ഡയറക്ഷനിലാണ് എന്ത് മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. then ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ലേബൽ ചെയ്യാനാണ് പറയുന്നത്. എന്താണിത്? ഒരു ക്രോമസോം ആണ് അല്ലേ? ക്രോമസോമിൻ്റെ ഇത് ക്രൊമാറ്റിഡ്, ഇത് സെൻട്രോമിയർ. ക്രൊമാറ്റിഡും ആണ് സെൻട്രോമിയറും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്, ക്രോമസോമിൻ്റെ ഘടനയാണ് ചുവടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? പി ക്യൂ എന്ന ഭാഗം തിരിച്ചറിയണം. പി എന്നത് ക്രൊമാറ്റിഡും പിന്നെ ക്യൂ എന്നത് സെൻട്രോമിയർ ആണ്. പിന്നെ DNA-യും പ്രോട്ടീനൊക്കെ ചേർന്നിട്ടുള്ള ചിത്രത്തിൽ കാണുന്ന രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ? അതിന് 2 മാർക്കാണ്. എങ്ങനെയാ? ആദ്യം ഹിസ്റ്റോൺ പ്രോട്ടീന് 8 എണ്ണം ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ആവും. പിന്നെ ഹിസ്റ്റോൺ ഒക്ടാമറും DNA-യും ചേർന്നിട്ട് ന്യൂക്ലിയോസോം ആവും. പിന്നെ ന്യൂക്ലിയോസോമുകൾ ഒരുപാട് ചേർന്നിട്ട് ക്രോമസോമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോമസോം എന്ന ഭാഗം കറക്റ്റായിട്ട് പഠിച്ചോളണം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരോ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്? ന്യൂറോണിൻ്റെ സ്ട്രക്ചർ റീഡ്രോ എന്നുണ്ട്. നിങ്ങൾക്കത് അടയാളപ്പെടുത്താൻ അറിയില്ലെങ്കിൽ കൂടി അത് വരച്ച് വെച്ചാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ദ പാർട്ട് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റർ കാണപ്പെടുന്ന ഭാഗം ഏത്? അവിടെ ഈ ചിത്രം വരച്ച് ഐ എന്ന് കൊടുത്തിട്ട് വേണം സിനാപ്റ്റിക് നെർവ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് മാറ്റിയുള്ള ചിത്രം വരച്ച ചിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തണം. ദെൻ അടുത്തത് വരയ്ക്കുന്നതിന് ഇവിടെ 1 മാർക്കുണ്ട്. വരച്ച് കഴിയുക. എന്താ? ന്യൂറോ ട്രാൻസ്മിറ്റർ കാണപ്പെടുന്ന ഭാഗം സിനാപ്റ്റിക് നെർവ് ആണ്. ഐ എന്ന് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഷോർട്ടായിട്ടുള്ള തിൻ ഫൈബർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡെൻഡ്രോൺ ആണ്. സെൽ ബോഡിയിലുള്ള ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ഡെൻഡ്രോൺ ആണ്. അത് 2 ഐ കൊടുത്തിട്ട് സെക്കൻഡ് എന്ന് കൊടുത്തിട്ട് അവിടെ ഡെൻഡ്രോൺ എന്ന് അടയാളപ്പെടുത്തണം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് എവിഡൻസ് ഓഫ് എവല്യൂഷൻ അല്ലേ? ആർക്കിയോടെറിക്സ്, ദിനോസർ, ഹോസസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കിയോടെറിക്സ് എന്താ? കണക്റ്റിംഗ് ലിങ്ക് അല്ലേ? എന്തിൻ്റെ? റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും കണക്ഷൻ വരുന്നത്. ദിനോസർ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അവിടെ ജീവിച്ചതാണ്, ഫോസിൽ എവിഡൻസിൽ വരുന്നതാണ്. പിന്നെയോ ഹോസ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ആൻസിസ്റ്ററായ ഹോസിൻ്റെ ലെഗ് എങ്ങനെയായിരുന്നു? ചെറുതായിരുന്നു അല്ലേ? എവല്യൂഷൻ സംഭവിച്ചാണ് ഇപ്പോഴത്തെ പോലുള്ള ഹോസായിട്ട് മാറിയിരിക്കുന്നത്. ദെൻ ഇതാണ് ബ്രെയിൻ സ്റ്റെം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിൽ ഏതാ? മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മിഡില്ല ഒബ്ലോങ്കേറ്റ ഉണ്ട് അല്ലേ? മിഡ് ബ്രെയിൻ ആണ് നമ്മളെ കണ്ണും പിരികൊക്കെ ചലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ദെൻ പോൺസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഫേസിലെയും ഐയിലെയും മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, വെന്റിലേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നു. മിഡിൽ ഒബ്ലോങ്കേറ്റ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ എന്നിവ കൺട്രോൾ ചെയ്യുന്നു. കഫ്, സ്നീസിങ്, വൊമിറ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഈ പാർട്ട് അടയാളപ്പെടുത്തുകയും ഫംഗ്ഷൻ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ഈ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതെന്താണ് ചിത്രം? ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. ഈ നടുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ മോളിക്കൂൾ ആണ്, ഫോസ്ഫേറ്റ് ആണ്, നൈട്രജൻ ബേസ് ആണ്. എക്സിന്റെ ഫംഗ്ഷൻ ചോദിക്കുന്നുണ്ട്. എക്സ് എന്താണ്? ആ ബോണ്ട് നിർമ്മിക്കാൻ ന്യൂക്ലിയോടൈഡുകൾക്കിടയിലുള്ള ബോണ്ട് ഫോർമേഷനെ സഹായിക്കുന്നതാണ് ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റിന്റെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡന്റിഫൈ വൈ സെഡ് ഒക്കെ ചോദിക്കുന്നുണ്ട്. വൈ എന്താണ്? ഷുഗർ മോളിക്കൂൾ ആണ്. DNA ഷുഗർ മോളിക്കൂൾ ആണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ, RNA ആണെങ്കിൽ റൈബോ ഷുഗർ. ഓക്കെ. പിന്നെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? DNA ആണെങ്കിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA ആണെങ്കിൽ അഡിനിൻ, യുറാസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അത് ഓർത്ത് വെക്കുക. ദെൻ ക്വസ്റ്റ്യനായിട്ട് വന്നത് കണ്ടോ? ഇതെന്താ സാധനം? ക്രോസിംഗ് ഓവർ. വേരിയേഷൻ്റെ ഒരു കാരണമാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അച്ഛൻ്റെയും അമ്മേൻ്റെയും സൊമാറ്റിക് ക്രോമസോംസുകൾ അടുത്തടുത്ത് വരുന്നു. അവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞു മാറുന്നു. പുതിയൊരു ഫോമിലേക്ക് അവർ വരുന്നു. അത് എന്തിന്? അച്ഛനും അമ്മേനും ഇല്ലാത്തൊരു ക്യാരക്ടർ കുട്ടികളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാരണം ആവുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്. ക്രോസിംഗ് ഓവർ, ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ക്രോസിംഗ് ഓവർ ആണെന്നും ഇവിടെ എന്താണ് സംഭവിക്കുന്നതും എങ്ങനെയാണ് ഇത് വേരിയേഷനിലേക്ക് പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് ടെക്സ്റ്റിൽ അതേ ചിത്രമാണ് പഠിച്ചോളുക. ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രം, ബ്രെയിൻ സ്റ്റെം, ബ്രെയിനൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. ന്യൂറോൺ വന്നിട്ടുണ്ട്,
ക്രോമസോംസ് വന്നിട്ടുണ്ട്, മൈലിൻ ഷീത്ത്, സിനാപ്സ്. പിന്നെ ഡാർവിനിസത്തിൽ എത്ര ക്വസ്റ്റ്യൻ വന്നു നിങ്ങൾ കണ്ടായിരുന്നല്ലോ. 44+X, 44+YY, XY. 44 എന്താണ്? സൊമാറ്റിക് ആണ്. എക്സ് എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഇത് കാണുമ്പോൾ ബാറ്ററി ആണെന്ന് വിചാരിക്കരുത്, സെല്ലാണ്. കറക്റ്റായിട്ട് ഇതിൻ്റെയൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നതാണ്. കറക്റ്റ് ഈ ഭാഗങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. ഈ രണ്ട് അല്ല, mRNA ഉണ്ട്, tRNA ഉണ്ട്, rRNA ഉണ്ട് അല്ലേ. അപ്പം mRNAയും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതും പഠിച്ചോളുക. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.